ബേബി കോൺ ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു സ്പെഷ്യൽ ബേബി കോൺ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറിയ ചോളമൊക്കെ വെച്ച് തയ്യാറാക്കുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഇത്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാനായിട്ട് സാധിക്കും. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു സ്നാക്ക് പോലെ കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായി ഇന്ന് ഇത് പരിചയപ്പെടുത്തുന്നു സുധ. ബേബി കോൺ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ: 1/2 കിലോ ബേബി കോൺ, മുളക് പൊടി, നാരങ്ങ 1/2 ടീസ്പൂൺ, മൈദപ്പൊടി 1/4 കപ്പ്, എണ്ണ, വെള്ളം, ഉപ്പ്, റവ. ഇനി ഇത് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാനിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കുക. അതിൽ ബേബി കോൺ ഇട്ട് കൊടുക്കാം. 5 മുതൽ 7 മിനിറ്റ് വരെ ഇത് തിളപ്പിക്കണം. ഈ ചോളം ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായി മുറിച്ചാണ് ഇടേണ്ടത്. കട്ടി കുറഞ്ഞാണ് ഇത് എടുക്കുന്നതെങ്കിൽ നല്ല ക്രഞ്ചി ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇവിടെ അരിഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഈ ബേബി കോൺ നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി അല്പം വിതറാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് പുരട്ടി ഇത് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിൽ 1:1 എന്ന അനുപാതത്തിൽ മൈദയും റവയും മിക്സ് ചെയ്ത് എടുക്കുക. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും വെള്ളവും ചേർത്ത് ഇളക്കി നല്ല കട്ടിയുള്ള മാവാക്കി എടുക്കുക. ഈ പാകത്തിന് വേണം. ഇതിലേക്ക് ഉപ്പും മുളകും തിരുമ്മി വെച്ച ബേബി കോൺ അഥവാ ചെറിയ ചോളം ഇട്ട് വെക്കുക. ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം മാവിൽ മുക്കി വെച്ചിരിക്കുന്ന ബേബി കോൺ ഓരോന്നായി ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലാക്കി അല്പം നാരങ്ങ നീര് ഇതിന് മുകളിൽ പിഴിഞ്ഞൊഴിക്കുക. ഒരു ഈവനിങ് സ്നാക്ക് പോലെയൊക്കെ കഴിക്കാവുന്ന ബേബി കോൺ ഫ്രൈ ആണിത്. നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ചോളം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.